മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ യാതൊരുവിധ വിശ്വാസ്യതയുമില്ല എന്ന് നവീന്റെ ഭാര്യ ഹൈക്കോടതിയിൽ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. CBI അല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണം. പല ദുരൂഹതകളും മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോഴും അവർ മറച്ചു പിടിക്കുന്ന പല കാര്യങ്ങളും എണ്ണി പറയുന്നു മഞ്ജുഷ. ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കേസ് അന്വേഷിക്കുന്നത് മികച്ച സംഘമാണെന്നാണ് കോടതിയിൽ സർക്കാർ വാദിക്കുന്നത്. അപ്പീൽ നിലവിൽ വിധി പറയാനായി മാറ്റിയെങ്കിലും CBI അന്വേഷണം വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കാനായി എടുത്തു. നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയിൽ തറപ്പിച്ചു പറഞ്ഞു. മരണത്തിൽ ഒട്ടനവധി ദുരൂഹതകളും നിഗൂഢതകളും സംശയങ്ങളുമുണ്ട്. അത് പോസ്റ്റ്മോർട്ടം മുതൽ തന്നെ ആരംഭിക്കുന്നു. പോസ്റ്റ്മോർട്ടം പോലും അട്ടിമറിക്കപ്പെട്ടു. നവീൻ്റെ അടിവസ്ത്രത്തിലെ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിലേക്കല്ലാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ തള്ളിക്കളയുന്നു. എന്ത് നിസ്സാരവൽക്കരിച്ചാണ് ഇത്രയും വലിയൊരു വിഷയത്തെ നോക്കിക്കാണുന്നത്, അതും MBBS ഡോക്ടർ. നവീൻ്റെ മരണത്തിൽ ഗൂഢാലോചനയുള്ളതൊക്കെ തന്നെ പുറത്തു വരണം. ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു അന്വേഷണം മാത്രമാണ്. പഴുതുകൾ അടയ്ക്കാനുള്ള നീക്കമാണ്. ദിവ്യയുടെയും കണ്ണൂർ കളക്ടറുടെയും പ്രശാന്തിൻ്റെയും ഫോൺ കോൾ രേഖകൾ പോലും ഇതുവരെയും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല എന്നാണ് നവീൻ്റെ ഭാര്യ പറയുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തെ പൂർണ്ണമായും എതിർത്തിരുന്നു, തള്ളിക്കളഞ്ഞിരുന്നു. CBI ഇല്ലെങ്കിൽ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും അന്വേഷിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കുടുംബം ആവശ്യപ്പെടുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് തൻ്റെ ലക്ഷ്യം. മറ്റ് ഗൂഢലക്ഷ്യങ്ങളൊന്നും തന്നെ ഇതിനു മുന്നിൽ കാണിക്കേണ്ടതായിട്ടില്ല. കേരള മനസാക്ഷിക്ക് മുന്നിൽ തന്നെ ഇത് തുറന്നു പറയേണ്ടതായിട്ടുള്ള ബാധ്യത തനിക്കുണ്ട്. കേസ് ഡയറി ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. പക്ഷേ നവീൻ്റെ ഭാര്യ പറഞ്ഞ എല്ലാ രേഖകളും കോടതി പരിശോധിച്ചു കഴിഞ്ഞെന്നും നിലവിൽ മികച്ച അന്വേഷണ സംഘം തന്നെയാണ് മുന്നോട്ട് കേസ് കൊണ്ടുപോകുന്നതെന്നാണ് സർക്കാർ കോടതിയിൽ പറയുന്നത്. ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേസിൻ്റെ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഇനി PP ദിവ്യയുടെ കാര്യം പറഞ്ഞാൽ ഏറെ പരിതാപകരമാണ്. പ്രായപരിധി മാനദണ്ഡങ്ങളുടെ പേരിൽ 76-കാരിയായ PK ശ്രീമതി ഒഴിയുന്ന ഘട്ടത്തിൽ അവർക്ക് പകരം പാർട്ടി കണ്ടുവച്ച മിടുക്കിയായ ഒരു നേതാവായിരുന്നു PP ദിവ്യ. സംസ്ഥാന കമ്മിറ്റി അംഗത്വം പോലും ഉറപ്പിച്ചിരിക്കെ ജില്ലാ സമ്മേളന പ്രതിനിധി പോലും ആകാൻ കഴിയാതെ എല്ലാ പാപഭാരവും തലയിൽ കെട്ടിവെച്ച് പടിയിറങ്ങേണ്ടി വന്നു. ദിവ്യയ്ക്ക് പണിയായി മാറിയത് നവീൻ ബാബുവിനോടുള്ള ഏറ്റവും അപക്വമായ പെരുമാറ്റവും ദുർവാശിയുമായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും വിവാദത്തിലാക്കി, വലിച്ചിഴച്ചു. എന്തായിരുന്നാലും ഇത്തവണത്തെ CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധി ഉറപ്പായും ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു, വനിതാ നേതാവായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PP ദിവ്യ. പക്ഷേ പാർട്ടി വിലയിരുത്തിയതുപോലെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്ത ധിക്കാരപരമായ ഒരു പ്രവൃത്തി കാരണം ജില്ലാ സമ്മേളനത്തിൽ പോലും ഒരു പ്രതിനിധിയാകാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞില്ല. ഇനി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി പോലും തുലാസിലാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്.